السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا ورحمنا ولوالدينا ولجميع المؤمنين والمؤمنات. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ ഹജ്ജും ഉംറയും സമ്പൂർണ്ണമായി നിർവഹിക്കാൻ, മഖ്ബൂലും മബ്റൂറുമായി നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഉംറ കഴിഞ്ഞു, പരമാവധി ഉംറ വർദ്ധിപ്പിക്കണം എന്നും പറഞ്ഞു. തവാഫിൽ തിരക്കുണ്ടെങ്കിൽ ഒഴിവിനനുസരിച്ചിട്ട് പൂർത്തിയാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. മിനായിലേക്കെത്തി, ഹജ്ജ് തുടങ്ങുകയാണ്. അതിന് ഇഹ്റാം ചെയ്തുകൊണ്ട് മിനായിലെത്തിച്ചേർന്നു. ദുൽഹിജ്ജ 8 അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി. ഇനി പറയുന്നത്, ഞാൻ ഈ പറയുന്നത് സുന്നത്തായ രീതികളാണ്. ഈ മിനായിൽ താമസിക്കൽ തന്നെ സുന്നത്തയോട് നിർബന്ധമല്ല. പക്ഷേ ഈ താമസിക്കുന്ന ഈ ടെൻ്റ് ഉണ്ടല്ലോ മിനായിലെ, അവിടെ ടെൻ്റ് ഉണ്ടാവും. അവിടേക്ക് തന്നെയാണ് നമുക്കിനി വരാനുള്ളത്, 3 ദിവസം കഴിച്ചു കൂട്ടാനുള്ളത്. അവിടെ കുറേ പ്രഭാഷണങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ഖുതുബക്ക് ആ സമയത്ത് അവിടുത്തെ ഇമാമ് ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരി നിയമിക്കുന്ന ആളെന്ത് ചെയ്യും, ഖുതുബ നിർവഹിക്കും. അങ്ങനെ ദുൽഹിജ്ജ 9 ഫൈദാ ത്വലഅത്തി ശംസു യൗമ അറഫ അലാ സബീർ. സബീർ അറഫ ദിവസം സൂര്യൻ ഉദിച്ചാൽ, അഥവാ ദുൽഹിജ്ജ 8 നമ്മളവിടെ കൂടി, ദുൽഹിജ്ജ 9 അന്ന് സൂര്യൻ ഉദിച്ചാൽ സബീർ പർവ്വതം കാണാം. അവിടെ നിന്ന് മിനായിൽ നിന്ന് അറഫയിലേക്ക് പോകുക എന്നുള്ളതാണ്. ഈ സബീർ പർവ്വതമൊക്കെ നമ്മുടെ ചരിത്രത്തിൽ മനസ്സിലാക്കേണ്ട പർവ്വതമാണ് കേട്ടോ. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളാണ് ഇനി മൊത്തമുള്ളത്. മിനായിലേക്ക് പോകുന്നത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഹാജർ ബീവിയും ഒക്കെ ഉള്ള ആ ഒരു സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചൊരു പർവ്വതമാണ് സബീർ പർവ്വതം. ഉഹുദ് പർവ്വതമാണ് മദീനയിൽ ഇഷ്ടപ്പെട്ടൊരു പർവ്വതമാണ് ഉഹുദ്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉഹുദിനോട് ഇഷ്ടമാണ്, ഉഹുദിന് എന്നോടും ഇഷ്ടമാണ്. അപ്പോൾ ഒരു പർവ്വതമാണെങ്കിൽ പോലും ഒരു ചുവന്ന പർവ്വതം, ചുവന്ന കല്ലുകളൊക്കെ ഉള്ള വലിയൊരു പർവ്വതം. ഉഹുദു യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. ഉഹുദിന് നമ്മളോടും ഇഷ്ടമാണ്, നമുക്ക് ഉഹുദിനോടും ഇഷ്ടമാണ്. മദീനക്കാർക്കൊക്കെ ഉഹുദ് പർവ്വതത്തിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. അവരിടക്കിടക്ക് കാണാൻ പോകും ഉഹുദ് പർവ്വതത്തിൻ്റെ അടുത്തേക്ക്. ഉഹുദ് യുദ്ധം നടന്നത് അതിൻ്റെ താഴ്വരയിലാണ്. എന്നതുപോലെ ഈ സബീർ പർവ്വതം ഖാദിയാന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബീർ പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, സബീർ പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ സബീർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ ഇറങ്ങിക്കോളി പെട്ടെന്ന്. ഫൈന്നി അഖാഫു യഖ്തുലൂക അലാ ളഹ്രി ഫയുഅദ്ദിബനില്ലാ. നിങ്ങളെ എൻ്റെ മുകളിൽ വെച്ച് കൊല്ലുമെന്ന് എനിക്ക് ഭയമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞു. സബീർ പർവ്വതം റസൂലുള്ളാഹിനോട് പറഞ്ഞു. അപ്പോൾ ഹിറാ പർവ്വതം പറഞ്ഞു, ഇലൈക യാ റസൂലല്ലാഹ്, നിങ്ങൾ ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞു. അപ്പോൾ ഹിറാ ഗുഹ നിലനിൽക്കുന്ന പർവ്വതമുണ്ട്, അതുപോലെ സബീർ പർവ്വതമുണ്ട്. ഒരുപാട് സംഭവമുണ്ട്. അതായത് സബീർ പർവ്വതത്തിൻ്റെ മുമ്പാണ് ഹിറാ ഉള്ളത്, ഹിറാ പർവ്വതം ഉള്ളത്.
സൗറ് പർവ്വതം വേറെ ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ സൗറൊക്കെ. മൊത്തം നമ്മുടെ ചരിത്രത്തിൽ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട കുറേ പർവ്വതങ്ങളുണ്ട്. നമുക്ക് കേട്ട ഹിറാ പർവ്വതം, സബീർ പർവ്വതം അതിൽപ്പെട്ടതാണ്. പിന്നെ സൗറ്, അബൂ ഖുബൈസ് പർവ്വതം. നമ്മൾ നോക്കിയാൽ കാബൻ്റെ ഒരു ഭാഗത്ത് അബൂ ഖുബൈസ് പർവ്വതം കാണാം, മറ്റേ ഭാഗത്ത് ഖയഖ്വാൻ പർവ്വതം കാണാം. ഉഹുദ് പർവ്വതം, ജബൽ, തൂർസീന, അങ്ങനെയൊക്കെയുള്ള ഈ പർവ്വതങ്ങളൊക്കെ മക്കയിലും മദീനയിലൊക്കെയുള്ള ഭൂമിൻ്റെ അടിയിലേക്ക് താഴ്ന്നു നിൽക്കുന്ന പർവ്വതങ്ങളാണെന്ന് പറയുന്നുണ്ട്. തൂർസീന പർവ്വതമൊക്കെ. ഈ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ആളുകൾ വന്നല്ലോ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ കൊല്ലപ്പെടുകയായിരുന്നു മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ മൂപ്പര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ല കൂട്ടരെ, നിങ്ങളെന്നെ കൊല്ലാൻ വരികയാണല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബീർ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നത്? മക്കയിലെ സബീർ പർവ്വതം. നബിൻ്റെ കൂടെ അബൂബക്കറുണ്ട്, ഉമറുണ്ട്, ഞാനും ഉണ്ട്. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ പർവ്വതം കാണാൻ പോവാണ്. തന്നെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങളുമായി വന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഞാനും അബൂബക്കറും ഉമറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സബീർ പർവ്വതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ സമയത്ത് തഹറക്കൽ ജബലു, പർവ്വതം ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി, അതിങ്ങനെ അനങ്ങാൻ തുടങ്ങി സബീർ പർവ്വതം. ഫറക്കലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ നബി തങ്ങൾ കാലോടൊരു ചവിട്ടങ്ങ് ചവിട്ടി സബീർ പർവ്വതത്തിൻ്റെ മുകളിൽ. അപ്പം എന്ത് ചെയ്തു? എന്നിട്ട് പറഞ്ഞു, ഉസ്കുൻ സബീർ, സബീറെ ഒന്നടങ്ങ്. സബീർ ഉസ്കുൻ സബീർ, സബീർ നീ ഒന്നടങ്ങണം. ഫഇന്നമാ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദാൻ, എൻ്റെ മുകളിൽ നിൽക്കുന്നത് ഒരു നബിയാണ്, പിന്നെ ഒരു സുദ്ദീഖാണ്, പിന്നെ 2 രക്തസാക്ഷികളുമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അടങ്ങണം, നീ ബഹുമാനിക്കണം. ഈ വലിയ മഹത്വം സബീർ പർവ്വതത്തിന് കിട്ടിയപ്പോൾ സബീർ പർവ്വതത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, വല്ലാത്തിങ്ങനെ വിറക്കുക. അങ്ങനെ ഉണ്ടാവുമല്ലോ, വലിയ വലിയ മഹത്തുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ വിറക്കാൻ തുടങ്ങുമല്ലോ. സബീർ പർവ്വതം ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. കാരണം ആരാ ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി പറയുന്നൊരു വാക്കാണ്, വല്ലാത്തൊരു വാക്കാണ്, ഉസ്കുൻ സബീർ, നീ അനങ്ങല്ല. അങ്ങനെ ആളുകൾക്ക് അനുഭവപ്പെടുകയാണ്. മൊത്തം സബീർ പർവ്വതത്തിൻ്റെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് ഇതിങ്ങനെ വറക്കുന്നത് അനുഭവപ്പെടുകയാണ്, ഭൂമി കുലുക്കം പോലെ. അപ്പോൾ നബി തങ്ങൾ പറയുകയാണ്, ഉസ്കുൻ, ശാന്തമാകൂ സബീറെ, ഫഇന്നമാ അലൈക നബിയുൻ, എൻ്റെ മുകളിൽ ഇപ്പോൾ നിൽക്കണ നബിയാ, വസുദ്ദീഖുൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, വശഹീദാനി, 2 രക്തസാക്ഷികളാണ്. ആരാണത്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഷഹീദാണല്ലോ, മെഹ്റാബിൽ നിന്ന് കത്തിക്കുത്തേറ്റിട്ടാണല്ലോ വഫാത്താകുന്നത്. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ മൂപ്പര് പറയാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ, അപ്പോൾ നിങ്ങൾ കൊന്നോളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഷഹീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ എന്നെ കുത്തി കൊല്ലണ്ടേ, അപ്പോഴല്ലേ ഞാൻ ഷഹീദാവുള്ളൂ. പറഞ്ഞതുപോലെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ ബഹുമാനപ്പെട്ടവരെ വീടിൻ്റെ മുകൾ ഭാഗത്തിലൂടെ കയറി വന്ന ഒരു ശത്രു എന്ത് ചെയ്തു? കുത്തിക്കൊന്നു. ആ രക്തം മുസ്ഹഫിൽ തെറിച്ചു എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതെ അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്രേ, അല്ലാഹു അക്ബർ, മതി, അല്ലാഹു അക്ബർ, ഷഹീദൂലി വ റബ്ബിൽ കഅബ, കഅബൻ്റെ റബ്ബാണ് സത്യം, അവർ എനിക്ക് സാക്ഷ്യം വഹിച്ചല്ലോ ഞാൻ ഷഹീദാണെന്ന്, ഞാൻ ഷഹീദാകാൻ പോകും, ഞാൻ നിങ്ങളുടെ ഈ സത്യത്തിൽ ഞാൻ കൊല്ലപ്പെടുമെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ഞാൻ ഷഹീദായിട്ടാണ് കൊല്ലപ്പെടുക, നിങ്ങൾ അക്രമികളായിരിക്കും, എനിക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ കൂലി കിട്ടുമെന്ന് അവരോട് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരാൾ കയറി വന്നിട്ട് എന്ത് ചെയ്തു? കൊന്നു. അങ്ങനെ എന്തൊക്കെ സംഭവം ഉണ്ടെന്നാണ്, ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ സബീർ പർവ്വതമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അറഫയിലേക്ക് പോവുകയാണ്. അങ്ങനെ അറഫയ്ക്ക് പോകുമ്പോൾ ചെല്ലേണ്ട ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഇലൈക തവജ്ജഹ്തു, അല്ലാഹുമ്മ ഇലൈക തവജ്ജഹ്തു വലിവജ്ഹിക്കൽ കരീമി അറദ്തു ഫജ്അൽ ദംബി മഗ്ഫൂറൻ ഔ ഹജ്ജി മബ്റൂറൻ വറഹംനി വലാ തുഖയ്യിബ്നി ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയാം. തൽബിയത്ത് പരമാവധി വർദ്ധിക്കുക. അങ്ങനെ അറഫയിലേക്ക് പോകുമ്പോൾ കുറേ
പർവ്വതങ്ങളൊക്കെ കാണാൻ പറ്റും. നിറയെ പർവ്വതങ്ങളും താഴ്വാരങ്ങളുമാണ് അവിടെയൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ഇപ്പോൾ നമ്മളിങ്ങനെ സങ്കല്പിക്കണ മാതിരിയുള്ള ഒരു അങ്ങാടിയല്ല. ഇതൊക്കെ പ്രത്യേകമായ സ്ഥലങ്ങളാണ്. 15ഉം 20ഉം കിലോമീറ്ററൊക്കെ ഉള്ള വിശാലമായി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ നെമിറ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. നെമിറ എന്ന സ്ഥലത്തെത്തിയാൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ടെൻ്റ് അടിച്ച് കൂടിയ സ്ഥലമാണ്. അറഫയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള സ്ഥലമാണ്. ഇനി അറഫയിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ നെമിറ പള്ളിയിൽ നിന്നൊക്കെ നിസ്കരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നെമിറ പള്ളി ഉണ്ടാവും. ചില ആൾക്കാർക്ക് പള്ളിയിൽ സ്ഥലം കിട്ടും, ചിലർക്ക് പള്ളീൻ്റെ പുറത്ത് കിട്ടും. അങ്ങനെ എന്ത് ചെയ്യുന്നു, ളുഹറും അസറും ജമാക്കി നിസ്കരിക്കാൻ യാത്രക്കാരാണെങ്കിൽ ജമാക്കി നിസ്കരിക്കാം. അങ്ങനെ എന്ത് ചെയ്യുന്നു, സാധാരണ നമ്മൾ ജമാക്കാറില്ല. ഇനി ജമാക്കാമെന്നൊരു അഭിപ്രായം നമ്മുടെ ഷാഫി മദ്ഹബിലുണ്ട്. ഏതായാലും അവിടെ എന്ത് ചെയ്യുക, സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവിടെ കൂടുക എന്നുള്ളതാണ്. അറഫ ഭൂമിയിൽ കൂടുക എന്നുള്ളതാണ്. അതിന് മുമ്പ് കുളിക്കലൊക്കെ സുന്നത്തുണ്ട്. കുളിക്കാൻ സൗകര്യം ഉണ്ടാവില്ല നമുക്കറിയില്ല. അങ്ങനെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നെമിറ പള്ളിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞാൽ പിന്നെ മസ്ജിദുൽ ഇബ്രാഹിം എന്ന് പറയുന്ന പള്ളിയിലേക്കാണ് ആളുകൾ പോകുന്നത്. അവിടെ ഒരു ഖുത്ബൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അറഫയിലേക്ക് പോകുന്നിടത്ത് കുറേ കല്ലുകളുണ്ട്. പർവ്വതത്തിൻ്റെ അടിഭാഗത്ത് കുറേ കല്ലുകളുണ്ട്, കുത്തൻ കല്ലുകൾ. ആ കല്ലിൻ്റെ അടുത്തായിരുന്നു അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചിരുന്നത്. അറഫയിലേക്ക് പോകുന്ന ആ വഴിയിൽ നെമിറയിലെത്തുമ്പോൾ അവിടെ കുറേ കല്ലുകളുണ്ട്. അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് പറയുന്നു. അങ്ങനെ അവിടെ എത്തിയിട്ട് അറഫയിൽ കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ്. കുളിക്കൽ സുന്നത്താണ്. ബാക്കി ഒരുപാട് കാര്യങ്ങൾക്ക് സുന്നത്താണ് കുളിക്കുക എന്നുള്ളത്. നമുക്ക് പറയാലോ, ഒരുമിച്ച് കൂടുന്ന ജനങ്ങളുമായിട്ട് ഒരുമിച്ച് കൂടുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി കുളിക്കൽ സുന്നത്താണ്. കുളിക്കാൻ സൗകര്യപ്പെടുന്നിടത്തൊക്കെ കുളിക്കുക. അറഫ ഭൂമിയിൽ എവിടെ നിന്നാലും അറഫയിൽ നിൽക്കണ കൂലി കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നിട്ടുള്ള ജബലുർ റഹ്മൻ്റെ താഴ്ഭാഗത്ത് ഉള്ള കുറേ പാറക്കല്ലുകളുണ്ട്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നിട്ടുള്ളത്. ജബലുർ റഹ്മ എന്ന് കാണാൻ അറഫ ഭൂമിൻ്റെ നേരെ മധ്യത്തിലാണുള്ളത്. നിൽക്കാൻ കഴിയുമെന്നില്ല, സ്ത്രീകളൊക്കെ മാറി നിൽക്കുകയായിരിക്കും നല്ലത്. ചില ആൾക്കാർ ജബലുർ റഹ്മൻ്റെ മുകളിൽ കയറും. അതിന് കയറേണ്ട യാതൊരു കാര്യമില്ല. അതിൻ്റെ മുകളിലാണ് അല്ലാഹു റസൂൽ നിന്നത് എന്നൊരു ധാരണയാണത്. അല്ല, ജബലുർ റഹ്മൻ്റെ താഴ്ഭാഗത്ത് കുറേ പാറക്കല്ലുകളുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, മാറ്റങ്ങൾ വരാത്തതാണ്. നബിൻ്റെ കാലം മുതൽ ഇതുവരെ മാറ്റം വരാത്ത സ്ഥലങ്ങളാണ് അതൊക്കെ. കാരണം ആളുകളിങ്ങനെ സഞ്ചരിക്കല്ലേ. പള്ളി വലുതാക്കിയിട്ടുണ്ട്, നെമിറ പള്ളി മറ്റുമൊക്കെ വലുതാക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ് ചില കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ആ സമയത്ത് ബന്ധപ്പെട്ട ആളുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞുതരും. അത് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം, അറഫയിൽ നിന്നതിന് ശേഷം, അറഫയാണ് കാര്യമായിട്ടുള്ള ഒരു സംഭവം. ഉച്ച കഴിഞ്ഞ് ളുഹറും അസറും നിസ്കരിച്ച് ജമാക്കുകയാണെങ്കിൽ ജമാക്കി നിസ്കരിച്ച് അറഫയിൽ നിന്നതിന് ശേഷം നിസ്കരിച്ച ഉടനെ തന്നെ അറഫയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അത്ര മനസ്സിലാക്കിയാൽ മതി. ളുഹറും സൂര്യൻ നട്ടുച്ച കഴിഞ്ഞതിന് ശേഷം അഥവാ ബാങ്ക് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് നിസ്കരിക്കുക, എന്നിട്ട് അറഫയിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. പിന്നെ മനസ്സിലാക്കേണ്ടത്, അവിടെ ജബലുർ റഹ്മൻ്റെ മുകളിൽ കയറേണ്ട, ജബലുർ റഹ്മൻ്റെ താഴ്ഭാഗത്ത് നിന്നാൽ മതി പുരുഷന്മാർ. സ്ത്രീകൾ തിരക്കാനും പോകരുത്. അതിനൊക്കെ ഒരു അല്ലാഹു തആല കൂലി കൊടുക്കും. നമുക്ക് റസൂലുള്ളാഹി നിന്നിടത്ത് നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമമൊന്നും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇമാം വന്നിട്ടുണ്ട്. സ്ത്രീകളോട് പറഞ്ഞത് നിങ്ങൾക്ക് വീടാണ് ഉത്തമം എന്നാണ്. അപ്പോൾ അത് വിഷയമാക്കേണ്ട, കൂലിയിട്ടല്ലേ വേണ്ടത്, അത് നമുക്ക് കിട്ടും. അവിടെ
നിൽക്കുകയാണോ വേണ്ടത് ഇരിക്കുകയാണോ വേണ്ടത് എന്നൊക്കെ ഉണ്ട്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിൽക്കൽ പ്രയാസമാണെങ്കിൽ ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇരിക്കലാണ് ഉത്തമം. പുരുഷന്മാർ നിന്നാട്ടൊക്കെ ഇങ്ങനെ ദ്വാരക്കും, സ്ത്രീകൾ എന്ത് ചെയ്യുക, ഇരിക്കലാണ് സുന്നത്ത്. കാരണം ഇഹ്റാമിലായിരിക്കും മുഖമൊക്കെ വെളിവാക്കിയിട്ടുണ്ടാവുക, അപ്പോൾ മറഞ്ഞിരിക്കാൻ നല്ലത് ഇരിക്കലാണല്ലോ. അതുകൊണ്ട് സ്ത്രീകൾ ഇരുന്നിട്ട് ദ്വാ ചെയ്യാം. അതാണ് പറയുന്നത് ഇസ്തഹബ്ബുൽ ഹാൻ തക്കൂന ഫി ഹാഷിയത്തിൽ മൗഖിഫി, ഒരു ഭാഗത്തേക്ക് മാറി നിന്നിട്ടാണ് ചെയ്യേണ്ടത്. ലാ ഇൻത സഹറാത്തി വസഹമത്തി, ആ പാറക്കല്ലിൻ്റെ അടുത്തേക്കോ തിരക്കുള്ള അടുത്തേക്കോ ഒന്നും പോകണ്ട. സ്ത്രീകൾ ഒരു ഒഴിഞ്ഞ സ്ഥലം നോക്കിയിട്ട് മാറി നിൽക്കുക. അതാണ് സ്ത്രീകൾക്ക് കൂടുതൽ കൂലി കിട്ടുക. ആളുകൾ തിരക്കുകൊണ്ട് അടുത്തേക്ക് പോകാതിരിക്കുക, തവാഫിലായാലും മറ്റുമൊക്കെ. പിന്നെ ഒന്നുണ്ട്, പിന്നെ ഖിബിലക്ക് തിരിഞ്ഞിരിക്കുക. അറഫയിലൊക്കെ എന്ത് ചെയ്യുക, ഖിബിലക്ക് തിരിഞ്ഞിരിക്കുക. അതുപോലെ ഔറത്ത് മറക്കുക, ശുദ്ധി ഉണ്ടായിരിക്കുക. എങ്ങനെയായാലും ഇപ്പോൾ ഹേദുകൾക്കൊക്കെ പറ്റുമെന്ന് പറഞ്ഞല്ലോ, എന്നൊന്നും കുഴപ്പമില്ല. പിന്നെ നോമ്പ് വെൽക്കാതിരിക്കുക. നോമ്പ് വെറ്റാൽ എന്ത് ചെയ്യും, ഇബാദത്ത് ചെയ്യാൻ പ്രയാസം ഉണ്ടാകും. ദുആർക്കാനൊക്കെ കൂടുതൽ റാഹത്ത് കിട്ടുക നോമ്പ് വെൽക്കാതിരിക്കുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, നോമ്പ് നോൽക്കാതെയാണ് നിർവഹിച്ചത്. അപ്പോൾ നബി ചെയ്താതിരി നമ്മളും ചെയ്യാം. പിന്നെ അയ്യക്കൂന ഹാദൽ ഖൽബി ഫാരിഖൻ മിനൽ ഉമൂരി ഷാഖിലത്തി ദുആ, ദുആ ആണ് അവിടുത്തെ കാര്യമായി, വേറൊന്നും പണിയില്ലല്ലോ, ദുആ ആണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ ദുആന് ശ്രദ്ധ തെറ്റിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ഉച്ചൻ്റെ മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച്, കക്കൂസ് പോലും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിച്ച് എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാനാണ്. വയതഫറഹു ബിളാഹിരിഹി ബാത്തിനി, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അൻ ജമീൽ അലായിഖ്, എല്ലാ ബന്ധങ്ങളും വിടുക. ഒരു ബന്ധവും വേണ്ട, നാട് വേണ്ട, വീട് വേണ്ട, മഹ്ശറയിൽ നിൽക്കണം. അതേമാതിരി തന്നെ ആളുകൾ പോകുന്ന വഴിക്കൽ നിൽക്കാതിരിക്കുക, ഒക്കെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ എന്താണ് ചെയ്യേണ്ടത് അവിടെ നിന്ന് പറയുന്നു, യക്സിറ മിന ദുആഇ വ തഹ്ലീൽ വ ഖിറാഅത്തിൽ ഖുർആൻ. അവിടെ നിസ്കാരം കാര്യങ്ങളൊന്നും നല്ലുള്ളത്, അവിടെ ദുആ കൂട്ടുക, ദ്വാരിക്കന്നെ ദ്വാരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാം, ഖുർആൻ ഓതുക. വഹദി വദീഫത്തു ഹാദൽ മൗദിഇൽ മുബാറക്, ഈ സ്ഥലത്തെ വദീഫ അതാണ്. ഓരോ സ്ഥലത്തും ഓരോന്നാണല്ലോ, അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖുർആൻ ഓതുക, ദ്വാരിക്കുക, അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. കാരണം ഹജ്ജിൻ്റെ മുഅ്ളമും അതിൻ്റെ മുഖും അതിൻ്റെ ഞെണുവും അതിൻ്റെ ഞരമ്പും അടക്കം ഇതാണ് തഹ്ലീൽ ഖുർആൻ ഓത്ത് ദുആ എന്നുള്ളത്. അൽ ഹജ്ജ് അറഫ, ഹജ്ജാണ് അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം പരിശ്രമിക്കാത്ത ആൾ ഭാഗ്യം കെട്ട ആളാണ്. അപ്പോൾ ദുആ വർദ്ധിപ്പിക്കുക, നിന്നിട്ടും ഇരുന്നിട്ടും. ദുആയിൽ കൈ ഇങ്ങനെ ഉയർത്തണം എന്നാണ്. കൈ ഉയർത്തണം എന്ന് പറഞ്ഞാൽ തലൻ്റെ മുകളിൽ ഉയർത്തണം എന്നല്ല, രീതി വേണ്ട, ചൊർക്ക് വേണ്ട, എന്താണോ പടച്ചവനോട് പറയാൻ പറ്റിയത് അതൊക്കെ ചോദിക്കാം. ദുആ ഒച്ച കൂട്ടണ്ട. യഖ്ഫിദു സൗതഹു ബിദ്ദുആഇ, ഒരു സ്ഥലത്തുനിന്ന് ഒച്ച കൂട്ടാൻ പാടില്ല, കറാഹത്താണ്. ഖുശൂഉം ഖുദൂഉം, പടച്ചവനെ നീയല്ലാതെ ആരുമില്ല എന്നുള്ള ഒരു ചിന്തയിൽ എല്ലാം അല്ലാഹുവിലേക്ക് മുറിഞ്ഞിറങ്ങിക്കൊണ്ടുള്ളതാണ് വേണ്ടത്. വൈലഹു ബിദ്ദുആഇ, ദുആയിൽ ഇങ്ങോട്ട് എല്ലാതും ഇങ്ങോട്ട് പരിശ്രമിക്കണം. പടച്ചവനെ പുറത്തു കൊണ്ട് റബ്ബേ അല്ലാതെ വേറെ ആരുമില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ഇങ്ങോട്ട് മുറിഞ്ഞിറങ്ങുക. ഇപ്പം തന്നെ ഉത്തരം കിട്ടും, പടച്ചോ എനിക്ക് ഇന്നപ്പം തന്നെ രക്ഷപ്പെടുത്തും എന്ന രീതിയിലാണ് ദ്വാരിക്കേണ്ടത്. ആഖിറത്തിൻ്റെ കാര്യം തന്നെ കാര്യമായിട്ട് ഏത് ദ്വാരുന്നാലും 3 വട്ടം ആവർത്തിക്കൽ സുന്നത്താണ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദു പറഞ്ഞിട്ട് അള്ളാഹു തആലാനെ പരിശുദ്ധനാക്കിയിട്ട് തസ്ബീഹ് ചൊല്ലി റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലി അങ്ങനെ കുറച്ച് നേരം ദ്വാരിക്കുക. എന്നിട്ട് കുറേ നേരം ദ്വാരുന്നിട്ട് 3 വട്ടം ദ്വാരുന്നിട്ട് പിന്നെ കുറേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക, പിന്നെ കുറേ നേരം ഖുർആൻ ഓതുക, പിന്നെയും ദ്വാരിക്കുക. ഈ വിധത്തിലാണ് ചെയ്യേണ്ടത്. ദ്വാ കഴിഞ്ഞാൽ ഉടനെ അള്ളാഹുവിനെ സ്തുതിക്കുക, റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലുക മറക്കരുത്. ദ്വാ മാത്രമേ ആവരുത്, റസൂലുള്ളാഹിക്ക് സ്വലാത്തിലേക്ക് കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ കഴിഞ്ഞില്ല, വൽയുക്സിർ മിന തസ്ബീഹി വത്തഹ്മീദി വത്തക്ബീരി വത്തഹ്ലീൽ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ വർദ്ധിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തൊരു ദുആ ഉണ്ട്, അഫ്ദലു ദുആ യൗമ അറഫ വ അഫ്ദലു മാ കുൻതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. അറഫാ ദിവസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളെല്ലാം നടത്തിയ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു
ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അറഫാ ദിവസത്തെ റസൂലുള്ള ഏറ്റവും കൂടുതൽ ദ്വാരുന്നൊരു ദ്വാ ഉണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുമ്മ ലക്കൽ ഹംദു കല്ലദീ നഖൂലു വഖൈറൻ മിമ്മാ നഖൂൽ. അല്ലാഹുമ്മ ലക സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി വഇലൈക മആബി വലക റബ്ബി വഇലൈക മആബി വലക റബ്ബി എന്ന് പറയാം. എന്തോ അവിടെ എന്തോ ഒരു അക്ഷരപശകണ്ടേ, പിന്നെ പറഞ്ഞിരുന്നു. اللهم إني أعوذ بك من عذاب القبر ووسوسة الصدر وشتات الأمر. اللهم إني أعوذ بك من شر ما تجيء به الريح എന്നൊക്കെ കാറ്റിൻ്റെ ഉപദ്രവം വരരുത് എന്നൊക്കെ ദ്വാരക്കുക. കാറ്റൊക്കെ ഉണ്ടാവുകയെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റൂല. അള്ളാഹു താലാൻ്റെ ഖളാ എന്താണോ അതൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുക? ദ്വാരക്കുക. ചിലപ്പോൾ തക്ബീർ ചെല്ലുക, ചിലപ്പോൾ തൽബിയത്തില്ല, റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്തില്ല, ഇസ്തിഗ്ഫാർ ചെയ്യുക, ഒറ്റയ്ക്ക് ചെയ്യുക, കൂട്ടായിട്ട് ചെയ്യുക, ഒക്കെ ചെയ്യാവുന്നതാണ്. ഏതോ നഫ്സി സ്വന്തത്തിന് വേണ്ടി ദ്വാരക്കണം, വലിവാലിദൈഹി മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കണം, വാക്കാരിബിഹി കുടുംബക്കാർ വേണം, ശുയൂഖി ഉസ്താദുമാർക്ക് ദ്വാരക്കണം, സുഹാബിഹി കൂടെ പഠിച്ച കൂട്ടുകാർക്ക് ദ്വാരക്കണം, ഹബാബിഹി ആരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ ദ്വാരക്കണം, അസ്തിഖാഹി സുഹൃത്തുക്കൾക്ക് ദ്വാരക്കണം, വസായിരി മന ഹസനി ആരൊക്കെ നന്മ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ദ്വാരക്കണം. അപ്പോൾ ഞാനൊക്കെ അതിൽ പെടുന്ന പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇത് പഠിപ്പിച്ചു തരിക എന്നുള്ളൊരു നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളെ ദ്വാരങ്ങൾ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത്. വേറെ യാതൊരു പ്രതീക്ഷയും നമുക്ക് വേണ്ട, ഒന്നുമില്ല, നിങ്ങൾ ദ്വാരന്നാൽ മാത്രം മതി. വസായിരിൽ മുസ്ലിമീ ലോകത്തെല്ലാ മുസ്ലിമീങ്ങൾക്ക് ദ്വാരക്കണം. സ്വന്തത്തിന് വേണ്ടി, 2 മാതാപിതാക്കൾക്ക് വേണ്ടി, 3 കുടുംബങ്ങൾക്ക് വേണ്ടി, 4 ഉസ്താദുമാർക്ക് വേണ്ടി, 5 കൂട്ടുകാർക്ക് വേണ്ടി, 6 ഇഷ്ടക്കാർക്ക് വേണ്ടി, 7 സ്നേഹിതന്മാർക്ക് ഫ്രണ്ട്സില്ലേ സുഹൃത്തുക്കൾ അവർക്ക് വേണ്ടി, പിന്നെ 8 ആരൊക്കെ നമുക്ക് നന്മ ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ, ആരൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ, ഉപ്പിമ്മി മാത്രമൊന്നും അല്ലല്ലോ, ഒരുപാട് ആളുകൾ നമുക്ക് നന്മ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി. പിന്നെ നമുക്ക് നന്മ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ, ഫലസ്തീനിലെ, സിറിയയിലെ എല്ലാ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി. ഇവിടെ പറയാണ്, എന്തെങ്കിലും വീഴ്ച വരുത്തുന്നത് നല്ലോണം സൂക്ഷിക്കണം, ഒരു വീഴ്ചയും വരുത്തരുത്. കാരണം ഫഇന്ന ഹാദൽ യൗമ ലാ യുംലിക്കു തദാറുകുഹു, ഈ ദിവസം പിന്നെ വീണ്ടും കിട്ടൂല. ഇത് ഒരാൾ ആയുസ് ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ. ഇസ്തഹ്ബുൽ ഇസ്തിഗ്ഫാർ മിൻ ഇസ്തിഗ്ഫാരി, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. ഉച്ച മുതൽ പിന്നെ മഗ്രിബ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുസ്ദലിഫയിലേക്ക് പോവുക. മഗ്രിബ് വരെ നമ്മൾ മുസ്ദലിഫയിലുണ്ടാകും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ അറഫായിലേക്ക് നീങ്ങുകയാണ് നമ്മൾ ചെയ്യുക നിസ്കാരം കഴിഞ്ഞിട്ട്. പിന്നെ മഗ്രിബും ഇശയും നിസ്കരിച്ചിട്ടാണ്, അല്ലെങ്കിൽ മഗ്രിബ് നിസ്കരിച്ചിട്ടാണ് നമ്മൾ മുസ്ദലിഫയിലേക്ക് പോവുക. അപ്പം രാത്രിയും പകലും അറഫയെ തന്നെ കുറച്ച് സമയം. പകൽ അറഫ ഉണ്ടാവും, പിന്നെ മഗ്രിബ് കഴിഞ്ഞിട്ടാണല്ലോ പോയത്. ചിലപ്പോൾ നേരത്തെ പോണവരുണ്ടാവും കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. 1 സെക്കൻഡ് നിന്നാൽ മതി. ഒരൊറ്റ സെക്കൻഡ് അറഫയിൽ നിന്നാൽ അറഫയിൽ നിൽക്കണ കൂലി കിട്ടി, ആരും ബേജാറാവൊന്നും വേണ്ട. നമ്മളെപ്പോഴും പറയുന്ന മാതിരി ഹജ്ജിൽ നിർബന്ധമുള്ള ഒരേ ഒരു കാര്യം തൽബിയത്ത് ചെല്ലുക എന്നുള്ളത് മാത്രമാണ്. അല്ല, ഇഹ്റാമിൽ പ്രവേശിക്കുമ്പം അഹ്റംതുൽ ഹജ്ജ വൽ ഉംറത്തലില്ല എന്ന് പറയില്ലേ, അത് മാത്രമാണ് ഹജ്ജിന് നിർബന്ധമുള്ളത്, ചെല്ലൽ നിർബന്ധമുള്ളത്. ബാക്കി ഇപ്പം മിനായിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്താണ്. അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് നിന്നാൽ മതി. മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്ന് പറയുമ്പോൾ അർദ്ധരാത്രിക്ക് ശേഷം അളത്തിയാൽ മതി, എപ്പോഴെങ്കിലും കുറച്ച് സമയം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ സൗകര്യം പോലെ നമ്മുടെ അമീറുമാർ നിർദ്ദേശിക്കുന്നത് പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരും കൺഫ്യൂഷനാവൊന്നും വേണ്ട. പിന്നെ ഇസ്തഹബുൽ ഇക്സാർ മിൻ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. തലഫുദ് ബി തൗബ, തൗബ നല്ലോണം ചെയ്യണം. അവിടെ നിന്ന് ജമീൽ മുഖാലഫാത്തി, മനസ്സോടുള്ള ഇത്തിഖാദ് വേണം. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യൂല പടച്ചോനെ എന്ന് ഹൃദയം അറിഞ്ഞ് പറയണം. ഒരു ഗീബത്തും പറയില്ല, ഒരു നമീമത്തും പറയില്ല. ഇക്സുർ മിനൽ ബുക്കായി, നന്നായിട്ട് കരയണം. മഴ ദിക്രി ബദ്വായി, ദിക്റും ദുആ നടത്തുന്നതിൻ്റെ ഒപ്പം തന്നെ കരച്ചിലും വേണം. വഹുനാക തുസ്കബുൽ അബറാത്ത്, അറഫ ഭൂമി എന്ന് പറഞ്ഞാൽ കണ്ണുനീർ ചൊരിക്കപ്പെടുന്ന സ്ഥലമാണ്. വതുസ്തഖാലുൽ അസറാത്ത്, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സ്ഥലമാണ്. വതുർച്ചത ത്വാലിബാത്ത്, ആവശ്യങ്ങൾ സഫലമാകുന്ന ഇടമാണ്. 3 പ്രത്യേകത. അവിടെ കണ്ണുനീരൊഴുകും, കണ്ണുനീര് വരാത്തൊരാൾ അവിടെ ഉണ്ടാകരുത്. വതുസ്തഖാലുൽ അസറാത്ത്, അതോടുകൂടി മനുഷ്യൻ്റെ പാപങ്ങളൊക്കെ അവിടുന്ന് കൊഴിഞ്ഞു വീഴും അറഫയുടെ ഭൂമിയിൽ. വതുർത്തജത്ത് മുത്താലബ, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അതൊക്കെ
നിറവേറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഭൂമിയാണ്. ഇന്നഹു ലമജ്മഉൻ നദീം, ലോകത്തെ ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് അവിടെ. വമൗഖിഫുൻ ജസീം, ഏറ്റവും വലിയ ഒരു മജ്ലിസാണത്. യജ്തമിഉ ഫീഹി ഖൈറു ഇബാദില്ലാഹിൽ മുഖ്ലിസീൻ, അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠരായ അടിമകൾ ഒരുമിച്ച് കൂടുന്നത് അവിടെയാണ്. നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടാവണമെന്നില്ലല്ലോ. കാരണം അവർ റൂമിലായിരിക്കും, അല്ലെങ്കിൽ സായിലായിരിക്കും. അല്ലെങ്കിൽ സായി ആണെങ്കിൽ വേറെയുള്ളവർ കുറേ തവാഫിലായിരിക്കും, കുറേ റൂമിലായിരിക്കും. പക്ഷേ അറഫ അങ്ങനെയല്ല, എല്ലാ നല്ല അടിമകളും ഒരുമിച്ച് കൂടുന്നതാണ്. ഖാസുൽ ഔലിയാക്കന്മാരുണ്ടാകും, അഖ്താബീങ്ങളുണ്ടാകും, പിന്നെ മരിച്ചുപോയ അമ്പിയാക്കളുണ്ടാകും, മൂസാ നബി ഉണ്ടാകും, ഈസാ നബി ഉണ്ടാകും. അവർക്കൊക്കെ അള്ളാഹു താൻ അനുവാദം കൊടുത്തിട്ടുണ്ട് ഹജ്ജിൽ പങ്കെടുക്കാൻ വേണ്ടി. ബഹു ആദമ മജാമി ദുന്യ, ദുന്യാവിലെ ഏറ്റവും വലിയ സമ്മേളനം എന്ന് പറയുന്നത് അറഫയിലെ സമ്മേളനമാണ്. വെള്ളിയാഴ്ചയും കൂടി ആയിക്കഴിഞ്ഞാൽ 70 ഹജ്ജിൻ്റെ കൂലി ഉണ്ടാകുന്നൊക്കെ ഉണ്ട്. നമുക്കത് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അന്ന് കുറേ ദുആ ഉണ്ട്. അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അറഫ ഭൂമിയിൽ ഒരാളെ കണ്ടു. അയാളിങ്ങനെ ആൾക്കാരോട് പൈസ തരുമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പരോട് ചോദിച്ചു, യാ ആജിസ്, കഴിവ് കെട്ട മനുഷ്യ, ഇന്നത്തെ ദിവസവും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കണോ? ഇന്നെങ്കിലും എനിക്ക് നിർത്തി പടച്ചവനോട് ചോദിച്ചുകൂടാ? എൻ്റെ യാചന നിൽക്കുമല്ലോ, എൻ്റെ യാചന നീ നിർത്തണേന്ന് പടച്ചവനോട് പറഞ്ഞാൽ പടച്ചവൻ നിർത്തി തരുമല്ലോ. ഇന്നത്തെ ദിവസവും പടച്ചവനല്ലാത്തവരോട് ചോദിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു എന്നാ മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ അറഫയുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി നമുക്ക് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുസ്ദലിഫ, മിന പറയാം. ഞാൻ ഓരോ ദിവസവും മിനയും മുസ്ദലിഫയും ഒക്കെ പറയാമെന്ന് പറയും. പക്ഷേ നമ്മൾ സമയം കഴിഞ്ഞിട്ട് കുറേ നീട്ടിപ്പോകാതെ കുറേശ്ശെ ആവുന്നതാണ് മനസ്സിലാക്കാൻ നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ റഹ്മാനായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ആകാശഭൂമികളുടെയും അർശിൻ്റെയും ഉടമസ്ഥനായ റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ നീ ഇഷ്ടപ്പെടണേ റഹ്മാനെ. നിന്നോടുള്ള ഇഷ്ടം ഞങ്ങളെ ഹൃദയത്തിൽ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, അർശിൻ്റെ തണൽ നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിങ്ങൾ ചോദിക്കാൻ പോലും അർഹതയില്ലാത്തവരാണ്. ചോദിക്കുകയാണെങ്കിൽ തന്നെ എന്താണ് എന്നോട് ചോദിക്കാറുള്ളത് എന്നറിയാത്തവരാണ്. ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ നല്ലത് തോന്നിപ്പിച്ചു തരണേ റഹ്മാനെ. ജീവിതത്തിൽ ഓരോ ദിവസവും നന്മകൾ വർദ്ധിപ്പിക്കുന്ന ദിവസങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവരെ നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഇഷ്ടക്കാർ, സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, ഞങ്ങൾക്ക് നന്മ ചെയ്തവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെ ദുനിയാവിലും ആഖിറത്തിലും നീ ഹസനത്ത് നൽകണേ റബ്ബേ. അവരെയും ഞങ്ങളെ ഈ നരകത്തിനെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.